Focus. Presented by Happyland Focus. Powered by Shifa Al Babadi Medical Company. Co-presents Ahalya School of Engineering and Technology. Co-powered by Club Travelage. This program is brought to you by VDecor Trading and Contracting Company. ദൃഢനിശ്ചയമുള്ളവർക്ക് എന്തിനേയും മറികടക്കാൻ സാധിക്കും. ഫോക്കസിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലിയൊരു ക്യാമ്പസിലേക്കാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സർ നമസ്കാരം. നമസ്കാരം. പേരൻസൊക്കെ ഭയങ്കര ബോധേഡാണ് കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, അതിനുശേഷമുള്ള ജോലി, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ വിജയത്തിൽ പേരൻസിനുള്ള പങ്ക് എന്തൊക്കെയാണ്? എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ തന്നെ ഒരു പഴയ അനുഭവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ മകൻ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അയാളുടെ അച്ഛനും രണ്ടുപേരും ഹൈസ്കൂൾ അധ്യാപകരായിരുന്നു. അപ്പോൾ ഓരോ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴും ആ കുട്ടിക്ക് ധാരാളം തല്ലുകൊള്ളുമായിരുന്നു. പക്ഷേ എന്നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ ഈ കുട്ടി സ്കൂളിൽ വരുന്നതും പരീക്ഷകളെയൊക്കെ വെറുത്തു തുടങ്ങി. അവസാനം 10ാം ക്ലാസ് കൂടി പാസ്സായില്ല, പിന്നെ എപ്പോഴോ എഴുതിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അന്നൊന്നും ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. അപ്പോൾ വിദ്യാഭ്യാസത്തെ വിദ്യാർത്ഥികൾക്ക് വെറുപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് രക്ഷിതാക്കൾക്കാണെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഏത് തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിൽ അയാളുടെ കുടുംബ പശ്ചാത്തലത്തിനും അയാളുടെ രക്ഷിതാക്കൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പം ഞാൻ വളരെ നന്ദിപൂർവ്വം പലപ്പോഴും സ്മരിക്കാറുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിക്കാൻ നിർബന്ധിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പഠനത്തെ വെറുത്തിട്ടില്ല. പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. മാതാപിതാക്കൾക്ക് വലിയ വ്യാമോഹങ്ങളുണ്ടാവും. തൻ്റെ കുട്ടി ഡോക്ടറാകണം, തൻ്റെ കുട്ടി എഞ്ചിനീയറാകണം, തൻ്റെ കുട്ടി IAS ആകണം, തൻ്റെ കുട്ടി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം. എന്തിനാണ് മാതാപിതാക്കൾ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? എനിക്ക് പറയിവറ്റ പന്തിരുകുലത്തിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഓർമ്മ വരുന്നത്. വാകീറിയ തമ്പുരാൻ എരണം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നീഷെ പറയുന്ന പോലെ ദർ ഇസ് എ നീഷ് ഫോർ എവരിബഡി ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ എല്ലാവർക്കും അവനവൻ്റേതായ ഒരു ഇടമുണ്ട്. ആ ഇടം ഇന്നിടം വേണമെന്ന് മറ്റൊരാൾ അവിടെ കൊണ്ടുവെക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ എവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്ന് രക്ഷകർത്താവ് തീരുമാനിക്കുമ്പോഴാണ് അപചയം ഉണ്ടാകുന്നത്. മറിച്ച് ഇവൻ എവിടെ ഇരിക്കാൻ യോഗ്യനാണെന്ന് രക്ഷകർത്താവ് കണ്ടെത്തിയാൽ ഈ അപകടം ഉണ്ടാവില്ല. അപ്പോൾ എഡിസൻ്റെ കഥ തന്നെ ഞാൻ ഓർത്തു പോവാണ്. തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂളിലെ പ്രധാനാധ്യാപകൻ എഡിസൻ്റെ കയ്യിലൊരു കത്ത് വീട്ടിൽ കൊടുത്തു വിട്ടു. ആ കത്ത് വായിച്ചിട്ട് എഡിസൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അമ്മയോട് എഡിസൺ ചോദിച്ചു, അമ്മ എന്താണ് ഈ കത്തിനകത്തുള്ളതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്നെപ്പോലെ മിടുക്കനായ ഒരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള സന്നാഹങ്ങളൊന്നും ഞങ്ങളുടെ സ്കൂളിലില്ല, അതുകൊണ്ട് നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നാണ് നിൻ്റെ അധ്യാപകൻ എഴുതിയിരിക്കുന്നത്. അമ്മയുടെ മരണത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞ് സ്വന്തം പഴയ വീട്ടിലെത്തിയ എഡിസൺ ഇരുമ്പ് പെട്ടി തുറന്ന് നോക്കുമ്പോൾ ആ പഴയ കത്ത് അതിനകത്തുണ്ട്. ആ കത്തിനകത്ത് എഴുതിയിരുന്ന വായിച്ചു നോക്കി. ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ മകൻ മരമണ്ടനാണ്, ചെവിയും നന്നായി കേൾക്കില്ല, ഇവനെ പഠിപ്പിക്കാനൊന്നും ഞങ്ങളെക്കൊണ്ട് പറ്റില്ല, ദയവായിട്ട് ഇവനെ വീട്ടിൽ നിർത്തുക. അപ്പം എഡിസൺ എന്നുള്ളൊരു പ്രതിഭാസത്തെ ഉണ്ടാക്കിയത് ഈ കത്ത് മറച്ചു വെച്ചുകൊണ്ട് ആ കുട്ടിയെ പരിപോഷിപ്പിച്ച അവൻ്റെ അമ്മയാണ്. ഇതാണ് ഒരു രക്ഷകർത്താവിൻ്റെ സ്വാധീനം. അപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ കുട്ടിയെ ഇന്നതാക്കണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം തങ്ങളുടെ കുട്ടി എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം വേർ ഐ ഫിറ്റ് ഇൻ ടു എന്നൊരു വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് രക്ഷിതാക്കൾക്കാണ്. ഒരു 8-10 വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികളുടെ സാധ്യതകൾ എന്താണെന്ന് രക്ഷിതാക്കൾ അവരെ നിരീക്ഷിക്കണം. അല്ല അവരോട് ചോദിച്ചാൽ അവർക്കറിയില്ല. എന്നിട്ട് ആ കുട്ടികളെ സംബന്ധിച്ചൊരു സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ത്രെറ്റ്സ് എന്താണ്, ഇത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം.
അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ കുട്ടിക്ക് അർഹമായ കുട്ടിയെ വഴികാട്ടുകയോ ചെയ്യാവൂ. പിടിച്ചൊരു വഴി കൊണ്ടുപോയി നിർത്തരുത്. അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി നിർത്തുന്നവരൊക്കെ തിരിച്ചു മടങ്ങുകയുള്ളൂ. ആത്യന്തികമായിട്ട് അവർ ലക്ഷ്യത്തിലെത്തില്ല. ലോകത്ത് ഒരു തൊഴിലിനും രണ്ടാം സ്ഥാനമില്ല. എല്ലാം നല്ല തൊഴിൽ തന്നെയാണ്. പക്ഷേ അതാര് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഒരിക്കൽ തിരുവനന്തപുരത്ത് മുടി വെട്ടാൻ വേണ്ടി ഒരു ബാർബർ വരികയുണ്ടായി, ഒരു സെലിബ്രിറ്റിയുടെ മുടി വെട്ടാൻ വേണ്ടി. അദ്ദേഹം ഒരു ആളിൻ്റെ മുടി വെട്ടുന്നതിന് 1 ലക്ഷം രൂപയാണ് അത്രേ കൂലി വാങ്ങിച്ചിരുന്നത്. അന്ന് പത്രത്തിലൊക്കെ അത് വലിയ വാർത്തയായി വന്നിരുന്നു. അപ്പം എന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം, ആ തൊഴിലിൽ അയാൾക്ക് വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ദ പാത്ത് ഓഫ് സക്സസ് ഈസ് ഡെസ്റ്റൈൻഡ്. എനിക്കെന്ത് വഴി പറ്റും, മറ്റൊരാളിന് എന്ത് വഴി പറ്റും എന്നുള്ളത് അവരുടെ സ്വഭാവ വൈജാത്യങ്ങളുമായിട്ട് ചേർന്നിരുന്നാൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആര് ഏതൊക്കെ മേഖലകളിൽ വിജയിച്ചിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം അവരുടെ രക്ഷകർത്താക്കൾക്ക് ഈ സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ്. എനിവേസ് സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ. Hi, welcome to a very fresh episode of AAK Hypermarket Special. ഇന്നത്തെ വിശേഷം എവിടെ, ഇന്ന് ആരുടെ വായിൽ നിന്നാണ് ഈ ഒരു AAKയുടെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നതെന്നൊക്കെ ആയിരിക്കും അല്ലേ. വെയിറ്റ്, അതിനായിട്ട് കുറച്ച് പേരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കുറേ വിശേഷങ്ങളും പർച്ചേസിങ്ങിൻ്റെ കാഴ്ചകളും ഒക്കെ സമ്മാനിക്കാനായിട്ട്. അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് പോവാം. ബാ. AAK ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി വിശേഷങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു തരാം. അപ്പോൾ ഇതാ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. തിരൂക്കാർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ കുറേ കാലം കൊണ്ട് ഇവിടെ തന്നെയാണോ? തുടങ്ങിയ മുതൽ ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ പരിചയപ്പെടാൻ മറന്നുപോയി. അപ്പോൾ എന്താണ് പേര്? ഇക്കാരുടെ പേര് പറയും. ഷാവുലമീദ്. ഓക്കെ. എൻ്റെ പേര് നെഹ്റുനിഷ. ഓക്കെ. മോൻ്റെ പേരെന്താ? ഓക്കെ. മോൻ്റെ ആളിത്തിരി കലിപ്പിലാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളെന്താ വിചാരിച്ച് എന്തോ സ്വീറ്റ്സ് ആൾക്ക് മേടിച്ച് കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. ആളിത്തിരി കലിപ്പിലാണ്, എന്താണെന്ന് അറിയില്ല. ഫൈൻ. അപ്പോൾ ഇത് തുടങ്ങിയ കാലം തൊട്ടേ നിങ്ങൾ ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ നിങ്ങളുടെ ഒരു റിവ്യൂ പറ. എന്താണ് ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം എന്താണ്? ഞങ്ങൾക്ക് എല്ലാ സാധനവും പെട്ടെന്ന് ഒറ്റയടിക്ക് വാങ്ങാൻ ഇവിടെ ആകെയുള്ളത് ഈ ഒരു സംഭവം തന്നെയാണ്. ഏറ്റവും മാളിലുള്ള ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെ ഉള്ളൂ. പെട്ടെന്നൊക്കെ എല്ലാ സാധനങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെയാണ് അധികം വാങ്ങൽ. മാസത്തിൽ 1-2 തവണ ഞങ്ങൾ എന്തായാലും വരും പർച്ചേസിങ്ങിന്. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ അധികം വാങ്ങലുണ്ട്. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും. പിന്നെ ഒരു കുടക്കീലെല്ലാം കൂടി കിട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാ കടയിലും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അതാണ് ഒന്നാമത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ക്വാളിറ്റി അതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് എനിക്ക് പറയാൻ? കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൈസിലൊന്നും നല്ല സുഖം, കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ പ്രൈസ് മാറ്റങ്ങളൊന്നുമില്ല. നല്ല ലാഭകരമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നു. ഇപ്പോൾ മറ്റ് കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുതൽ, അല്ലെങ്കിൽ ക്വാളിറ്റി വളരെ കുറവ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഇതുവരെ ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ പുറത്തുനിന്ന് പല കടകളിൽ നിന്നും കൂടിയല്ല വാങ്ങൽ. ഇതേമാതിരി എല്ലാം കൂടി ഒരു കടയിൽ നിന്ന് വാങ്ങലില്ല. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലതും ഇവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് പ്രൈസൊന്നും ഇതുവരെ കൊണ്ടുപോയ സാധനങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇവർ ഇത് തുടങ്ങിയ കാലം തൊട്ടേ ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട വേറൊരു സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം അങ്ങനെ ഒരു തോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല രണ്ടുപേർക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രൈസിങ്, ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസ് എല്ലാം ഈ ഇത്ത പറഞ്ഞതുപോലെ ഒരു കുടക്കീഴിൽ നിന്നും ഇത്താക്ക് വേണ്ടതല്ലെങ്കിൽ ഇക്കാക്ക് വേണ്ടതല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടതെല്ലാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അതും നമ്മുടെ തിരൂർ നഗരത്തിൽ ഇവർ ഈ തിരൂർക്കാർ തന്നെയാണ്. അപ്പോൾ എത്രയും ബെറ്ററായിട്ട് ബാക്കിയുള്ളതിൽ നിന്നെല്ലാം കടകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു AAK മാളും AAK ഹൈപ്പർ മാർക്കറ്റും എല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർ എപ്പോഴും ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ഇടവരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഫൈൻ. അപ്പോൾ ഈ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണോ? ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ വന്നതാണ്. ഓക്കെ. നമ്മളപ്പോഴേ കേട്ടു വീക്കിലി വൺസെങ്കിലും ഇവിടെ വരണം എന്നുള്ളത്. ഇത്താനെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 1-2 തവണയെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്താക്ക് സമാധാനം കിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇവർ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അധിക നേരം ഇവരെ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. ആഘോഷവേളകൾ മനോഹരമാക്കാൻ ഉചിതമായൊരു സ്ഥലം തേടുകയാണോ നിങ്ങൾ? എങ്കിൽ ഇനി ഒട്ടും ആലോചിക്കേണ്ട. വിപുലമായ സൗകര്യത്തോടെ ലോറൽ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. 1500-ലധികം പേരെ ഉൾക്കൊള്ളാവുന്ന വിശാല സ്ഥല സൗകര്യം, 150-ലധികം കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യം, 500ഓളം ഡൈനിങ് കപ്പാസിറ്റി, 12-ലധികം ടോയ്ലറ്റുകൾ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ലോറൽ ഗാർഡനിൽ ലഭ്യമാണ്. വിവാഹം, വിവാഹ വാർഷികം, ബർത്ത്ഡേ പാർട്ടി തുടങ്ങി എല്ലാ വിരുന്നുകൾക്കും സൽക്കാരങ്ങൾക്കും ആവശ്യമായ ഓഡിറ്റോറിയം, ഡൈനിങ് ഏരിയ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആനന്ദിക്കാൻ ഗ്ലാസ് ബ്രിഡ്ജ്, ഗെയിം സോൺ, വ്യൂ പോയിന്റ്, പ്ലേയിങ് ഏരിയ, സ്വിമ്മിംഗ് പൂൾ, പ്രീമിയം റെസ്റ്റ് റൂം, സെൽഫി കോർണർ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകളെ എന്നെന്നും സ്മരണീയമാക്കാൻ ഒരുപിടി സൗകര്യങ്ങളുമായി ലോറൽ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബുക്കിംഗിനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കൂ 9746805754. ലോറൽ ഗാർഡൻ, ആഘോഷങ്ങൾ എന്നും മനോഹരമാകട്ടെ. Happy Land Amusement Park, Thiruvananthapuram. That's the reason people come here. It begins with a welcome and it becomes so much more. Because we are more than just a dealership, we are a lifestyle. So come, discover it and experience the Royal Advantage today with Royal Drive. അടുത്തറിയാം എന്ന പ്രോഗ്രാമിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ദോഹയിലെ പ്രമുഖ കമ്പനിയായിട്ടുള്ള വി ഡെക്കോർ ആൻഡ് കോൺട്രാക്ടിങ്ങിൻ്റെ ജനറൽ മാനേജറായ മിസ്റ്റർ വിനയൻ രാധാകൃഷ്ണനാണ്. സർ, വെൽക്കം ടു ദി ഷോ. സർ, ദോഹയിൽ വി ഡെക്കോർ ഏത് വർഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്? അതേപോലെ ഏതൊക്കെ മേഖലയിലാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഉള്ളത്? V Decor as a company has been the child company of a group called Petrogold, which has been in business for the last many years, starting from 2007 onwards. And it was a dream, a desire of mine to start a contracting company. And we started off with Petrogold Trading and Contracting, where specifically we were focusing on special floors and walls. And when the time came when we wanted to evolve into the interior design sector, we came out with a company called V Decor, which was mainly specifically focusing on interior design, fit out works as well as civil specialties, along with floors and walls also. സർ, വി ഡെക്കോർ ഏതൊക്കെ ഏരിയയിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? V Decor as such, നമ്മൾ focus in the main areas is special floors. We don't do the normal floors. Mainly it is the special floors, special walls, special floors and walls എന്ന് പറയുമ്പോൾ anything which is more luxurious, anything which is more new, anything which is more unlike the old marble, granite and porcelain tiles, like antibacterial flooring, which is like vinyl, the rubber flooring, the bamboo flooring, the engineered wood, the solid wood, the carpet rolls, the designer Axminster carpets, the rugs, all these are a part of the special floors category. While we talk about the special walls category, the wall paneling, the window blinds, the curtains, the wall decor design paints, and different kinds of acoustic panelings also. These are the main focus that we have in the walls per se. So we have the special floors and the special walls. Apart from this, we focus also on civil specialties, which is mainly into waterproofing and different kinds of waterproofing, like roof waterproofing, chemical injection, and a lot of things which are involved in the waterproofing per se. But we are also into epoxy and also into concrete finishes like polished concrete. All those are our special areas where we are keenly focusing here. Sir, who all are your target audience in Qatar? For our set of business, the main target audience is specifically the hospitality industry for most of the hotels here, and also the schools here, all kindergartens as well as schools, because we are distributor for 23 European manufacturers here in Qatar, mainly for the special floors and special walls, which is mainly catering to both hospitality segment as well as the education segment also. Can you tell about our main clients in Qatar? Specifically into hospitality segment, we have Kempinski Hotel here, Radisson Blu, Ritz-Carlton, and Marriott. These are the hotels that we are catering to. These are key clients, and we have many more. For the education segment, we have currently projects happening with the DPS, which is for the running track here. Athletic Federation approved running track, we are laying it for them. And for the Newton Public School, Newton International School, we are now providing the football turf, which is approved by FIFA. And we are doing a complete antibacterial acoustic floor, the Al Maha Qatari schools.
and painting for different private schools, interior and exteriors. So these are some of the clients that we have specifically related to education and hospitality. And we are doing a project for Hamad International Airport, which we are doing through our main contract, one of our main contractors. This is a very special project for us. We have done for the equestrian special floors walls from Germany and Greece, which is for the Hamad International Airport. We are also doing airport project on their epoxy side also. So these are some of the key projects what is happening right now. വീഡെക്കോറിൻ്റെ മെയിൻ ആയിട്ടുള്ള മാനുഫാക്ചേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ മെയിൻ സെഗ്മെൻറ്റിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിൽ ഓരോരോ മാനുഫാക്ചേഴ്സ് ആണുള്ളത്. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഫ്ലോർസിൽ നോക്കുകയാണെങ്കിൽ വിനൈൽ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ ഗ്രാബോ ഫ്രം ഹംഗറി ഇസ് എ മാനുഫാക്ചർ. വി ഹാവ് ബീൻ അസോസിയേറ്റിംഗ് വിത്ത് ദം ഫോർ വെരി ലോങ് ടൈം. And Deso from Netherlands, it's a carpet company, so they have been with us for a very long time too. And let's talk about engineered wood and solid wood flooring. PG Model from Canada. This is a company who have been doing and providing very good products mainly for the hospitality segment, and we have been able to get some good projects through them. Panaguet from France is another company. And we work with a company called Viraspec, which is from UK for the wallpapers. And we have also multi-distributorship with Numer, which is also a UK-based company, specifically for wallpapers. And for the furnitures, if we have to talk about furnitures, we have in hospitality as well as for the offices also. Hospitality, we have the hotel concept, which is from Turkey, and there are other companies in China also whom we are licensing for the hotel projects. And we have a supplier from Malaysia and Poland also for the retail side of the furniture also. ഈ ദോഹയിൽ തന്നെ ഒരുപാട് ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനീസ് ഉണ്ട്. ആ കമ്പനിയിൽ നിന്ന് വീഡെക്കോർ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? Videcor as such, most of these interior companies depend for floors, walls and civil specialties for a subcontractor. We already have that in our in-house. Okay, that's one specialty I can say. We have our own people who are adept in doing the drawings. We have our own consultants, we have our own technical people, we have our own interior design staff, we have our fit-out manager, engineers who are equipped to handle this. So there are several companies who are specialized in, they're A-graded in all these specific tasks. So we also liaise with them for our interior fit-out works also. Specifically like firefighting, they have to be A-graded company. CCTV approval has to be from a MOA approved company. So for all of them, we have a team. We have liaised and we have networked a team who are good and who are A-graded in their specific sectors, and this is how we execute. I always believe that in a quote, live by example, leave the legacy in From each and every one, I feel all of us have got one life and we have to live the example. അതാണ് നമ്മുടെ ടീമിനടുത്തും ഞാൻ എപ്പോഴും പറയാറുള്ളത്, let them be happy whatever they're doing. If they are happy and passionate about what they're doing, we'll all accept. Together we're going to grow, for sure we're going to grow. And then the legacy will be a byproduct of whatever we do. So if we live by example, we are happy of whatever we're doing, we're passionate about it, we have been driven by a goal, we have a dream, we have a strong desire, everything will come by and then the legacy will be there. That's a good thought. അടുത്തിടെ വന്ന പ്രോഗ്രാമിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ച വീഡെക്കോറിൻ്റെ ജനറൽ മാനേജറായ മിസ്റ്റർ വിനയൻ രാധാകൃഷ്ണന് നന്ദി, നമസ്കാരം. Thank you so much. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻസ് എന്ന പുതിയ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഫംഗ്ഷൻ ഏതുമാവട്ടെ, സെലിബ്രേഷൻ ഏതുമാവട്ടെ, മലയാളികൾക്ക് സ്വർണ്ണമില്ലാത്തൊരു ആഘോഷമില്ല അല്ലേ?
ഡെഫിനറ്റ്ലി നമ്മളുടെ കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഒന്നും സ്വർണം തന്നെയാണ്, അത് എത്ര വിലയാണെങ്കിലും. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു സ്വർണത്തിൻ്റെ വിലയിലും മലയാളികൾ സ്വർണം വാങ്ങിക്കുന്ന കാഴ്ചയാണ്. സോ ഇന്ന് നമ്മൾ അത്തരം ഒരു കാഴ്ച കാണാൻ പോകുന്നത് ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണ്. സോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒത്തിരി ഉണ്ട്. അതായത് നിങ്ങൾക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയും കുറച്ച് എപ്പിസോഡിലായിട്ട് നിങ്ങളോട് പറയാൻ പോകുന്നതും നിങ്ങളെ കാണിക്കാൻ പോകുന്നതും. സോ എന്തായാലും ഡെഫിനറ്റ്ലി മിസ് ചെയ്യാതെ എല്ലാ എപ്പിസോഡും കാണുക. സോ യെസ്, നമുക്ക് പോവാം, വിശേഷങ്ങൾ അറിയാം. നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തലയിലെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അനീഷ് സാറിനെയാണ്. വെൽക്കം സർ. സോ തീർച്ചയായിട്ടും ഇത്രയും ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് പിന്നിൽ കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ. സോ എന്താണ് ആ ഒരു ഫസ്റ്റ് തൊട്ട് ഇവിടെ വരെ നിൽക്കുന്നതിന് ഒരു ജേർണി ഉണ്ടാവുമല്ലോ. സോ ഇനി നമുക്ക് എത്ര ഷോറൂംസും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള വിശേഷമൊക്കെ നമ്മളുടെ പ്രേക്ഷകരോട് പറയണം. സോ യെസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളൊരു സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് തുടങ്ങാം അല്ലേ? നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 കൊല്ലം മുമ്പായിരുന്നു. അന്ന് ഇത് ഈ ഇത്രയും വലുതല്ല, ഫസ്റ്റ് ഒരു ഒറ്റ ഷട്ടർ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റു വലിയ ഷോപ്പാക്കി എടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ബാക്കിലോട്ടൊക്കെ ആക്കി ഇച്ചിരി വലുതാക്കിയിട്ടുള്ള ഒരു ഇതിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പ് ഒരു 7 കിലോമീറ്റർ മാറി ഒരു ഷോപ്പുണ്ട്, ഹാപ്പി ഗോൾഡ് എന്ന് പറഞ്ഞ്. കഴിഞ്ഞ ഒക്ടോബർ 25 ആയിരുന്നു ആ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പതുക്കെയാണ്, ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഇത് വന്നത്. ഒറ്റ അടിക്ക് വന്ന ഒരു സംഭവമല്ല. പെട്ടെന്ന് കാണുമ്പം എല്ലാവരും ഓർക്കും ഇത്ര പെട്ടെന്ന് ആണ് അവരുടെ ഇത് അല്ല, കുറച്ച് താമസം ഉണ്ടായിരുന്നു. വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് ഏകദേശം 2 കൊല്ലമായിട്ടുള്ളൂ. 2 കൊല്ലം കൊണ്ടാണ് വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയത്. ഡെയിലി വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറേ പടിപടിയായിട്ട് നമ്മൾ ഇത്രത്തോളം വരാൻ ഉള്ള ഒരു കാരണം ഉണ്ടായത്. ഹായ്, എന്തായിരുന്നു പേര്? എൻ്റെ പേര് ജെൻസൺ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹാപ്പി ഗോൾഡിൽ ആദ്യമായിട്ടാണോ അതോ? ആദ്യമായിട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള ജ്വല്ലേഴ്സിൽ നിന്ന് എന്താണ് ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ തോന്നിയത്? കളക്ഷൻ ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ കസ്റ്റമർ സർവീസ് ഒക്കെയോ? നല്ല രീതിയിലാണ്. ഓക്കെ, അപ്പം കളക്ഷൻസ് ഒക്കെ കണ്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ഇനി അടുത്ത ടൈം വരും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഹായ്, പേരെന്തായിരുന്നു? റോജി. ഇവിടെ തന്നെയാണോ വീട്? അല്ല, അർത്തുങ്കൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പർച്ചേസ്? എന്തായിരുന്നു പർച്ചേസ്? കുഞ്ഞിന് മാല എടുക്കണമായിരുന്നു, ചെയിൻ എടുക്കണമായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ ബാക്കിയുള്ള ജ്വല്ലേഴ്സ് വെച്ചിട്ട് എന്താണ് ഒരു പ്രത്യേകത തോന്നിയത്? ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ്, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ആ സമയത്തും ബാക്കിയുള്ള ഒരിടത്തു നിന്ന് ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇവിടെ അല്ലേ, വിലയിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയിലൊക്കെ ആണെങ്കിലോ നോക്കിയായിരുന്നോ? സ്വർണ്ണമൊക്കെ നോക്കിയായിരുന്നോ? സ്വർണം കണ്ടിട്ട് കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ട് മേടിക്കുമല്ലോ, കുഴപ്പമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഫ്യൂച്ചറിൽ ഇവിടെ തന്നെ വരുമായിരിക്കും അല്ലേ? വരും. ഓക്കെ, അപ്പം കുഞ്ഞിന് കാത് കുത്തുന്നുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. മലയാളികൾക്ക് ഈ കല്യാണം എന്ന് പറയുമ്പോൾ സ്വർണ്ണം ഇല്ലാതെ പറ്റത്തില്ല അല്ലേ? സോ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഇത്രയും മാലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓരോന്നും. ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ആണ്. വെയിറ്റ് ഒന്ന് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? കുറേ ഗസ്സസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് 10 പവനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? യെസ്, 10 പവനേ ഉള്ളൂ. ആൻഡ് ഓരോന്നും ലൈറ്റ് വെയിറ്റ് ആയിട്ട് മനോഹരമായിട്ടാണ് നമ്മളുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചേർത്തല ആലപ്പുഴയിൽ നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമ്മളുടെ പർച്ചേസിന് വലിയ പർച്ചേസ് ആയിക്കോട്ടെ, ചെറിയ പർച്ചേസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ വരാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു ഇടം തന്നെയാണിത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഇന്നത്തെ ഈ ഒരു കളക്ഷൻസും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ബൈ. ഷിഫ അൽ ബബാദി മെഡിക്കൽ സർവീസസ് കമ്പനി, ജിദ്ദ, സൗദി അറേബ്യ. Your health is our ultimate concern. We are providing best medical care. Our departments: internal medicine, gynecology, pediatrics, dental, dermatology, general physician, ophthalmology, ENT, radiology and laboratory services. Shifa Al Bawadi Medical Services Company, near Al Turki Masjid, Makrona Street, Saudi Arabia.
Log on to www.shifababadi.com. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡിലാണ്. അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. പേര് പോലെ തന്നെ ഹാപ്പിയാണ് ഇവിടുത്തെ സംഭവങ്ങളെല്ലാം. ലാൻഡ് റൈഡ്സ് ഉണ്ട്, വാട്ടർ റൈഡ്സ് ഉണ്ട്, 10-15 റൈഡ്സ് ഉണ്ട് ഇവിടെ എല്ലാം കൂടെ ചേർത്ത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. നമുക്ക് വെക്കേഷൻ ടൈമാണ്, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുട്ടികളോടൊപ്പം തന്നെ പേരൻസിനും കൂടെ വരുന്നവർക്ക് എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കൂടെ ഒരു ബഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് ഇവിടെ വന്നത്, എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞാലോ. ഹായ്, കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രമുണ്ട്, മലപ്പുറമുണ്ട്. ഈ 3 സ്ഥലത്തു നിന്നും ഒരു ഗ്രൂപ്പായിട്ട് എങ്ങനെയാണ് എത്തിയത്? ഫാമിലി മെമ്പേഴ്സ് ആണല്ലേ. ഓക്കെ. അപ്പോൾ എത്ര പേരാ തിരുവനന്തപുരത്ത് കൈപ്പൊക്കിയേ? ശരി, ഇനി അടുത്ത കോഴിക്കോട് കൈപ്പൊക്കിയേ? കുറവാണ്. ഇനിയുണ്ടല്ലേ. പിന്നെ എവിടുന്ന? മലപ്പുറത്തുനിന്നാ? മലപ്പുറം കൈപ്പൊക്കിയേ? മലപ്പുറം നീ മാത്രമേ ഉള്ളോ? സത്യം പറ, എങ്ങനെ കയറി വന്ന് ഇങ്ങോട്ടെന്ന് പറ. മലപ്പുറത്തുനിന്ന് ആരോട് പറയാതെ ഓടി വന്നാ? അല്ല, പറ എങ്ങനെ വന്നു മലപ്പുറത്തുനിന്ന്, പറ കേക്കട്ടെ. എൻ്റെ അമ്മൻ്റെ വീടാണ് മലപ്പുറം. അപ്പം ഇപ്പം എൻ്റെ വീടാണ് കോഴിക്കോട്. അപ്പം ഇവിടേക്ക് ട്രെയിൻ കയറി വന്നതാണ്. വെക്കേഷൻ അല്ലേ, എല്ലാവരും വരില്ല. അപ്പോൾ ഇവിടെ അടിച്ചു പൊളിക്കാനും വന്നിട്ട് ഇങ്ങോട്ട് വന്നു. അടിപൊളി, മെഡിക്കക്കുട്ടിയാണല്ലോ. പേരെന്താ? ഷിസ ആയിഷ. ഷിസ ഏത് ക്ലാസ്സിലാ? 4B. കണ്ട, അതൊക്കെ മറന്നു. വെക്കേഷൻ തുടങ്ങുമ്പോഴേക്കും ഏത് ക്ലാസ്സിലാന്നുള്ള കാര്യമൊക്കെ മറന്നു. അപ്പോൾ പിന്നെ എന്താ ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈം ആണോ എല്ലാവരും? കോഴിക്കോട് ഫസ്റ്റ് ആണ്. കോഴിക്കോട് ടീം ഫസ്റ്റ് ആണ്. നാലാമത്തെ പ്രാവശ്യമാണ്. എല്ലാം കൊണ്ടും തിരുവനന്തപുരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഡാൻസ് എന്താ ചെയ്യുന്നത്? ഒരു പാട്ട് പാടാം എല്ലാവരും. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കറി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. സൂപ്പർ, അടിപൊളി. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് വേണ്ടേ? ചുമ്മാ ഗിഫ്റ്റിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലാന്നല്ലേ? ഗിഫ്റ്റ് വേണം. അപ്പൊ ഗിഫ്റ്റ് ഇപ്പോൾ വരുന്നതായിരിക്കും. അതിന് മുമ്പ് ഒരു ചോദ്യം. എല്ലാവരും സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ? അപ്പോൾ നമ്മൾ ഈ വെളുക്കുന്തോറും വൃത്തികേടാവുന്നൊരു സാധനം എന്താ? വെളുക്കുന്തോറും വൃത്തികേടാകുന്ന ഒരു സാധനം. റബ്ബർ ബാഗ്, കുറച്ചുകൂടെ അടുക്ക്. ഇതിൽ പക്ഷേ എനിക്കാണ് ഗിഫ്റ്റ് വേണ്ടത്. 90% ക്ലൂ ഞാൻ തന്നിട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ബ്ലാക്ക് ബോർഡാണ്. നമ്മൾ ഈ ചോക്ക് കൊണ്ട് എഴുതുന്തോറും അത് വൃത്തിയുടെ വരികയല്ലേ, പിന്നെ ക്ലീൻ ചെയ്താലല്ലേ വൃത്തിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും. ആർക്കാ ഗിഫ്റ്റ്? പാടിയവർക്ക്. എനിക്ക് ഗിഫ്റ്റ് വേണം അല്ലേ? അതിൽ ഗ്രൂപ്പ് ലീഡറിന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം 2 അടി കൊടുക്കണം അല്ലേ? അപ്പോൾ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുക. നമ്മളിവിടെയൊക്കെ തന്നെ കാണും. ഓക്കെ, സീ യു, ബൈ. താങ്ക് യു. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. focus123@gmail.com എന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലപ്പെട്ട നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ സുകന്യ ജയറാം. ബൈ. ഫോക്കസ് പ്രസന്റഡ് ബൈ Happy Land Focus. Powered by Shifa Al Babadi Medical Company. Co-presents Ahalya School of Engineering and Technology. Co-powered by Club Travelage. This program is brought to you by V Decor Trading and Contracting Company.